ഇത് ഞങ്ങൾ ബൈ ഇലക്ഷൻ കഴിഞ്ഞ നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, പാലക്കാട് ബൈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ദയവ് ചെയ്ത് അജിംസ് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് അനിൽകുമാറിനെ കൂടുതൽ വിശദീകരിച്ച് അവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകരുത്. ഈ പരാജയത്തിൽ നിന്നും അവരിപ്പോൾ ഈ നിമിഷങ്ങളിൽ അനിൽകുമാർ പറഞ്ഞ വാദങ്ങളിൽ തന്നെ അവർ നിൽക്കട്ടെ എന്നാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹം. കാരണം 2026 വലിയ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ UDF അധികാരത്തിൽ വരാൻ ഞങ്ങൾക്ക് എളുപ്പമാകുന്നൊരു വാദമാണ് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദയവ് അജിംസയെ തിരുത്തരുത്. രണ്ട്, അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം എനിക്ക് കൗതുകം തോന്നി. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കുന്ന അത് തിരുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. INL മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് അത്രയും മുന്നോട്ട് പോകുന്നത്. എന്തിനാ സാറേ INL ലീഗ് വിട്ടു പോയത്? ഞങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു, അതുകൊണ്ട് കോൺഗ്രസ് ലീഗ് വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് INL ലീഗ് വിട്ടുപോയത്. എന്ന് വെച്ചാൽ മുഹമ്മദ് അബ്ദുൾ സാഹിബ് ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടിയോടൊപ്പം ലീഗ് നിൽക്കുന്നുവെന്നാണ് ഞങ്ങൾക്കെതിരെ അവർ കണ്ട അപരാധം. അത് മൃദു സമീപനം സ്വീകരിക്കുന്നു മുസ്ലിം ലീഗ്. അതുകൊണ്ട് കുറച്ചും കൂടി ഹാർഷായ ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് INL ആവശ്യപ്പെട്ടത്. കുറച്ചും കൂടി ശക്തമായൊരു മുസ്ലിം രാഷ്ട്രീയവാദം ഉന്നയിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അന്ന് ഞങ്ങളുടെ നേതാവ് ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, ബാബരി മസ്ജിദിന്റെ പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. ശരിയാണ്, കോൺഗ്രസിന്റെ കയ്യിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ കൈവിട്ടുകൂടാ എന്ന് അന്ന് ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നത്. ആ നിങ്ങളുടെ കൂടെ വന്ന INL അവസാനം ഇന്ത്യ മുന്നണി വഴി കോൺഗ്രസിനൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തന്നെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അനിൽകുമാർ സാറ് എന്താണ് പറയുന്നതിനെ കുറിച്ചെങ്കിലും കൃത്യമായൊരു ബോധ്യം താങ്കൾക്ക് ഉണ്ടാകണം എന്ന് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ഒന്ന്, ശ്രീ അജിംസ്, ഈ തിരഞ്ഞെടുപ്പിൽ നേരത്തെ നിങ്ങൾ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. എന്നാൽ ആ സന്തോഷത്തെ മതിമറന്നുകൊണ്ട് ഞങ്ങൾ ഒന്നും ആലോചിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ വിജയത്തെ സൂക്ഷ്മമായി പഠിക്കും. ഈ വിജയം ഇങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത്ര വലിയ വിജയം നൽകാൻ എന്തെല്ലാം കാരണങ്ങളും ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പഠിച്ചുകൊണ്ട്, ആ ഘടകങ്ങളെ പൂർണ്ണമായി പഠിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കാൽവെപ്പായി ഞങ്ങൾ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ നവാസ്, 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇതിലും വലിയ വിജയം നേടിയതാണ്. പക്ഷേ പിറ്റേ വർഷത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശോഭിക്കുന്ന വിജയമല്ല ഉണ്ടായത്. അല്ല, അവിടെ ഒരു കുഴപ്പമുണ്ട് ശ്രീ അജിംസ്. 2010 ഇതിലും വലിയ വിജയം എന്ന് പറഞ്ഞുകൂടാ. കാരണം നമുക്കറിയാം താരതമ്യേന നല്ല വിജയം ഞങ്ങൾക്കുണ്ടായിരുന്നു 2010. പക്ഷേ ഈ 2020-ലെയും 2025-ലെയും 2015-ലെ തിരഞ്ഞെടുപ്പും 2020-ലെ തിരഞ്ഞെടുപ്പും പ്രിയപ്പെട്ട അജിംസ് ഒന്ന് പരിശോധിച്ച് നോക്ക്. നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തുകൾ, കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 എണ്ണമാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140 എണ്ണമാണ്. ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ യഥാർത്ഥത്തിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ എപ്പോഴും മാച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2015-ൽ 152 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുള്ളിടത്ത് നിന്ന് 92 എണ്ണത്തിലാണ് LDF ജയിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ 90 സീറ്റിൽ അവർ തൊട്ടടുത്ത വർഷം അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞു. ഞങ്ങൾക്കുണ്ടായത് ഏകദേശം 58ഓളം ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. ഞങ്ങൾക്ക് നേടിയത് 50 നിയമസഭാ സീറ്റുകളാണ്. സമാനമായ 2020-ൽ അജിംസ് അത് പരിശോധിച്ച് നോക്ക്. 2020-ൽ 152 എണ്ണത്തിൽ 108 ബ്ലോക്കുകൾ LDF ജയിച്ചു. ആ സമയത്ത് 99 നിയമസഭാ സീറ്റും അവർക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. കേവലം 44 ബ്ലോക്കാണ് UDF ജയിച്ചത്. ആ സമയത്ത് 41 നിയമസഭാ മണ്ഡലങ്ങളാണ് ഞങ്ങളുടെ കൂടെ നിന്നത്. ആ കണക്ക് പ്രകാരം എന്ന് വെച്ചാൽ ബ്ലോക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞ ശരാശരി ഒരു നിയോജക മണ്ഡലത്തിന്റെ ഡിവിഷനാണ്. ആ കണക്ക് വിളിച്ച് നോക്കിയാൽ നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷം 60-ന് മുകളിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല എന്നത് ഒന്നാമത്തെ കണക്ക്. രണ്ടാമത്തെ കണക്ക് നമുക്കറിയാം, രാഷ്ട്രീയ വോട്ടുകൾ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇത് സ്വാഭാവികമായി സ്ഥാനാർത്ഥികൾക്കും വ്യക്തികൾക്കും അനുസൃതമായി ആളുകൾ വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണ്. എന്നാൽ ബ്ലോക്കും ജില്ലാ പഞ്ചായത്തുമാണ് രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തലുകൾക്കായി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആ അടിസ്ഥാനത്തിൽ ബ്ലോക്കിന്റെ വിലയിരുത്തലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ വിലയിരുത്തലിലേക്ക് വന്നാൽ ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നു 3 ജില്ലാ പഞ്ചായത്ത്. നവാസ്, ഞാൻ പറയുന്നത് 2010-ൽ 90-ലധികം ബ്ലോക്കുകളിൽ നിങ്ങൾ ജയിച്ചിട്ടും നിങ്ങൾക്ക് അത്രയും നമ്പർ ഉണ്ടായിരുന്നില്ല അസംബ്ലിയിൽ. അല്ല, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ 2015-നും 2020-ന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു വരുന്നത്. ഇനി അത് മാത്രമല്ല, നീ അജിംസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 2025-ലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്താണെന്നറിയോ? ആരാണ് ഈ പഞ്ചായത്തുകളുടെ വിഭജനം നടത്തിയത്? അശാസ്ത്രീയമായ പഞ്ചായത്ത് വിഭജനവും അശാസ്ത്രീയമായ കോർപ്പറേഷൻ വിഭജനവും നടത്തിയിട്ട് ഞങ്ങൾക്ക് ഈസിയായി ജയിച്ചു കയറാൻ കഴിയും എന്ന രൂപത്തിലേക്ക് LDF തയ്യാറാക്കിയ ഒരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് ഉണ്ടാക്കിയത് LDF ആണ്. അത് അവർക്ക് അനുകൂലമായ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് കളി ആരംഭിച്ചത്. പക്ഷേ അവർക്ക് അനുകൂലമായി നിർമ്മിക്കപ്പെട്ട ഒരു ഗ്രൗണ്ടിനകത്ത് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ അധികാരം ഉപയോഗിച്ച് അവർ ഉണ്ടാക്കിയിട്ടും ഇത്ര വലിയ മികച്ച വിജയം നേടാൻ ഞങ്ങൾക്ക് സാധ്യമായെങ്കിൽ അജിംസ് ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാഷ്ട്രീയമായ വിലയിരുത്തൽ നടത്തി ഈ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ട് ഇപ്പൊ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയങ്ങളെ തന്നെ ഉയർത്തിപ്പിടിച്ച് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിശക്തമായി മുന്നോട്ട് പോകാൻ കഴിയും.